എടി നിനക്ക് ഇവിടെ എന്നാ കുറവ് ഇരുന്നിട്ടാടി നിനക്ക് ഈ മാർക്ക് മേടിച്ചിട്ടുണ്ട്? ഈ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അവളെ മേനുവിനിക്ക് പോക്ക് കണ്ടു കഴിഞ്ഞാൽ അവൾ ഫുൾ A+ ആണെന്ന് വിചാരിച്ചു. നിനക്ക് ഇവിടെ എന്തെങ്കിലും കുറവ് പറ്റിയിട്ടുണ്ടോ? ട്യൂഷൻ ബുക്ക് അപ്പനാണെങ്കിൽ എന്താ സാധനങ്ങളെല്ലാം മേടിച്ചോണ്ടായിരുന്നു. നിനക്ക് എന്നാത്തിന്റെ കുറവാണ് ഇവിടെ ഉണ്ടായിരുന്നത്? ഒറ്റ ബീക്കാൻ വിൽക്കാണ്ടല്ലോ. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അവളുടെ മേനുവിനിക്ക് പോക്ക് കണ്ടു കഴിഞ്ഞാൽ സാരമില്ലടി, നമുക്ക് അടുത്ത തവണ വാങ്ങിക്കാം. നീ എന്നാത്തിനാ ചിരിക്കുന്നേ? ചിരിക്കടി നീ, ചിരിക്കടി നീ. എന്നാടി ഇവിടെ റിസൾട്ട് വന്നില്ലേ? എന്നാ റിസൾട്ട്? ഓരോന്ന് കണ്ടോണ്ട് കടന്നോളാം. റിസൾട്ട് സോറി. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. ദൂതന്മാർ അവരുടെ നൈറ്റിയിൽ പേരെഴുതിയിരിക്കുന്നു. നൈറ്റിയോ? ബ്ലൗസ് നൈറ്റി അല്ല, നെറ്റി പേരെഴുതിയിരിക്കുന്നു. ടെൻഷനും കൊണ്ട് വായിച്ചു പോയതാ. ആഹാ, ഇങ്ങനെ നീ 10ാം ക്ലാസ് കഴിക്കുമല്ലോ എന്നാ. മര്യാദയ്ക്ക് ഇത് പഠിക്കല, എന്റെ ബൈബിള് വായിച്ച് പ്രകസനത്തിന് വന്നേക്കോള്. നിനക്ക് കിട്ടിയത് പോരെടി. കൊച്ചിന്റെ റിസൾട്ട് ഇല്ല, 3 മണിക്കാ. യേശുവോട് ചേർന്നിരിപ്പാൻ എത്ര രാവിലെ തുടങ്ങിയതാ പാട്ടും പ്രാർത്ഥനയും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ SLC ഫലം കാത്തിരിക്കുകയാണ്. വരുമ്പോ അറിയിച്ചേക്കാം. 1,105 വിദ്യാർത്ഥികളാണ് പരീക്ഷ. ഓരോരുത്തർ വിളിച്ചോണ്ടിരിക്കും എന്താ ചോദിച്ചോണ്ട്. എല്ലാവർക്കും എന്നാ ഭ്രാന്താ, സൈറ്റും കിട്ടുന്നില്ല. എല്ലാരും കേറി നോക്കുന്നോണ്ടായിരിക്കും. നീ ചുമ്മാ ആവശ്യമില്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നീ എന്തായാലും ജയിക്കും. A+ ഒന്നും കിട്ടാൻ പോകുന്നൊന്നുമില്ല. എന്നാ വർത്താനം അമ്മീ പറയുന്നത്? എനിക്ക് തോന്നുന്നു ഇവൾക്ക് കിട്ടത്തൊന്നുമില്ലെന്നാ എനിക്ക് തോന്നുന്നേ. ഇപ്പത്തെ പിള്ളേർക്കൊക്കെ എന്നാ സുഖം, ഒന്നും അറിയണ്ട, പഠിച്ചാൽ മാത്രം പോരെ. അന്നൊക്കെ ഞാൻ എന്റെ വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞ് റബ്ബറിന്റെ കാര്യങ്ങൾ നോക്കി, പശുവിന്റെ കാര്യം നോക്കി, ആടിന്റെ ഇത് നോക്കി, പാല് കൊണ്ടേ കൊടുത്ത് എന്തൊക്കെ പണി ചെയ്തിട്ടാ പോകണ്ടേന്ന് അറിയാവോ? ഞാൻ 10ൽ പഠിക്കുന്ന സമയത്ത് ആർക്കും ഒരു ടെൻഷനും ഇല്ല. ചാച്ചനൊന്നും ഒരു ഇതുമില്ല. ചാച്ചന് കെട്ടിച്ചു വിടണമെന്ന് മാത്രം ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോ നിനക്ക് എന്നാ സുഖം ഇവിടെ. പിന്നെ അമ്മയുടെ കാലത്ത് മാത്രമൊന്നും അല്ല, ഞങ്ങൾക്ക് പാടൊക്കെ തന്നെയായിരുന്നു. നിങ്ങൾക്കൊക്കെ പരീക്ഷ ഭയങ്കര എളുപ്പാ. ഇപ്പൊ ആൻസർ അറിയാത്തടുത്ത് ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് തിരിച്ചും മറിച്ചും എഴുതി എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്തതിന് വരെ 1 മാർക്ക് കിട്ടുകയല്ലേ. എന്നാൽ ഞങ്ങളുടെ കാലത്ത് അങ്ങനെയൊന്നും അല്ല. 210ന്റെ കാലം. എടി പെണ്ണേ, എടി കഞ്ഞോളം ചാച്ചനൊന്നും കൊണ്ട് കൊടുത്തടി. അപ്പ ഇപ്രാവശ്യം പള്ളിപ്പെരുന്നാള് വരുവാ. എനിക്ക് 2 രൂപ തരണം. എന്റെ വളയൊക്കെ പൊട്ടിപ്പോയി. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ അവധിയല്ലേ, നീ എൻ്റെ കൂടെ കൂടിക്കോ. ആ ഒരു ചാക്ക് കണ്ടോ? ആ ഒരു ചാക്ക് നിറയ്ക്കുന്നതിന് 20 പൈസ വെച്ച് ഞാൻ തരാം. അപ്പ കള്ളും കുടിച്ച് വൈകിട്ട് വരലെന്ന് അമ്മച്ചി പറഞ്ഞു കേട്ടോ. എടീ, നമ്മുടെ മാർക്ക് പത്രത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. അപ്പ റിസൾട്ട് അറിയാൻ പോവാ, പ്രാർത്ഥിച്ചേക്കണേ. എടി, നിന്റെ രജിസ്റ്റർ നമ്പർ ഒന്ന് പറഞ്ഞെടി. 23 65 60. 23 64. എടി, ഇങ്ങനെ നമ്പർ ഇത് കാണുന്നില്ലല്ലോ ഡി. ഒന്നുകൂടി ശരിക്കും നോക്കിയേ. എടി, എന്റേതും ഇല്ല നിന്റേതും ഇല്ലല്ലോ ഡി. നമ്മൾ രണ്ടുപേരും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ തോന്നടി. ഒന്നുകൂടെ നോക്ക്. ഇല്ല, നമ്മുടെ ഇല്ല, നമ്മൾ തോറ്റടി. നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് പഠിച്ചതാടി. നമ്മുടെ മിനി ടീച്ചറിനെ പോലെ ടീച്ചർ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. കരയണ്ടടി, നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും എഴുതിയെടുക്കാം. നിനക്ക് എന്നെ സങ്കടം ഇല്ലേ തോറ്റിട്ട്? ഞാൻ ജയിച്ചാലും തോറ്റാലും എന്റെ വാപ്പച്ചി എന്നെ കെട്ടിച്ചു വിടുന്ന അടി പറഞ്ഞേ. ഓ, നീ അങ്ങനെ രക്ഷപ്പെട്ട്. എനിക്ക് പഠിക്കണം എന്നാ, പക്ഷെ ഞാനിപ്പം തോറ്റും പോയി. നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും എഴുതാടി. മോളെ കരയാതെ, അടുത്ത പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നന്നായിട്ട് ഒന്നുകൂടെ പഠിച്ചെഴുതുക കേട്ടോ.
അന്ത്രോസേട്ടായുടെ മോളല്ലേ അന്ത്രോസേട്ടന്റെ? എന്നെ മനസ്സിലായ അമ്മായി, അകന്ന ഒരു അമ്മായിയാ. എന്നെ ഇവിടുന്ന് കെട്ടിച്ചു വിടുമ്പോ നോക്കുതേ ഇത്രച്ചോ ഉള്ളു. വീട്ടിൽ ചെന്നപ്പോ അമ്മായി അറിഞ്ഞ് കൊച്ചു 10 തോറ്റല്ലേ. ശോ, ആ പോട്ടെ. ഈ 10 കൊണ്ടൊന്നും അവസാനിക്കുന്നല്ല മോളെ ജീവിതം. ഞാനൊക്കെ 10 തോറ്റിട്ട് ഞാൻ എന്നെ ജീവിക്കുന്നില്ലേ? പാലായില് നല്ല ഒരു റബ്ബർ വെട്ടാൻ അറിയാവുന്ന ഒരു ചെറുക്കനുണ്ട്, ഡ്രൈവറും കൂടിയാ. നമുക്കൊന്ന് ആലോചിച്ചാലോ? അമ്മായി എന്താന്ന് പറഞ്ഞാലും ഇതും പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടിലോട്ട് വന്നു പോരുന്നു. മനസ്സ് വന്നിരിക്കുമ്പോ കല്യാണം അതിലാണ് മാറങ്ങോട്ട്. ആ കൊച്ചെ പോവാതെ. 10 തോറ്റ വേറെ ഏതെങ്കിലും പിള്ളേരുണ്ടോ? ഓ 10 തോറ്റേന്റെ ഒരു പത്രാസ് അവളുടെയൊക്കെ. എല്ലാവരുടെയും കളിയാക്കല് പേടിച്ച് അന്ന് ഞാനൊരു ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തിയായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു ഒരു ചെറിയ പരീക്ഷ തോറ്റേ ഞാൻ എന്തിനാ ചാവുന്നത്. ഞാനപ്പ എന്റെ വീട്ടിൽ പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അറിഞ്ഞപ്പോ തൊട്ട് കരച്ചില്ല. എടീ ചാച്ചൻ വിളിക്കും, നിങ്ങോട്ടൊന്ന് വന്നേടി. അതറിയത്തില്ല, പേപ്പറിൽ നമ്പർ ഇല്ലായിരുന്നു. ആ കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം കൂടെ അവറാച്ചൻ ചോദിച്ചതേ ഉള്ളൂ പെണ്ണിനെ കെട്ടിച്ചു വിടുന്നു. നീ എന്തായാലും ജയിച്ചാലും തോറ്റാലും നിന്നെ കെട്ടിച്ചു വിടാൻ തന്നെയായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത്. പിന്നെ അമ്മേനെ കെട്ടിച്ചു കൊടുത്താൽ മതി. എനിക്ക് പഠിക്കണം. ഞാൻ അടുത്ത വർഷം എഴുതിയെടുത്തോളാം. ഇവിടെ നീ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞാനാ. നീ ആ നെല്ല് പുഴുങ്ങാനും പശുവിനെ കറക്കാനൊക്കെ പഠിക്കും. അല്ലെങ്കിൽ 3-ാം പക്കം അവരെ കൊണ്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കും. ഞാൻ ആരെയും കല്യാണം കഴിച്ചൊന്നും പോത്തൊന്നുമില്ല. തർക്കത്തരം പറയുന്നത് അത്ത. നീ വന്നേ. ഫാത്തിമയല്ലേ അത്? എന്നാടി? എന്താടി പാത്തു? എടി നമ്മൾ നോക്കി ജില്ല മാറിപ്പോയതാ. നിനക്ക് 210, എനിക്ക് 211. നമ്മൾ ജയിച്ചടി. അന്ന് കെട്ടിച്ചു വിടായിരുന്ന ചാച്ചന്റെ മുമ്പിൽ സ്ട്രോങ് ആയിട്ട് നിന്നത് കൊണ്ടാ ഞാൻ ഇന്നൊരു ഹൈസ്കൂളിന്റെ ടീച്ചറായിട്ടിരിക്കുന്നത്. അന്ന് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് വീട്ടിലൊന്നും പറയാതെ പോയ പെണ്ണുങ്ങള് ഇന്ന് അടുക്കളയിൽ കിടന്ന് ഒരുപാട് നരയിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഈ 2 പെണ്ണുങ്ങളോട് പഠിക്കേന്ന് പറഞ്ഞ. അല്ലാതെ എനിക്ക് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കിടന്ന് പഠിച്ചുകൊണ്ടിരിക്കണം. അതിനു വേണ്ടിയിട്ടാ ഞാൻ ഈ കിടന്ന് പറയുന്നത്. റിസൾട്ട് വന്ന് 5 A+, 2 A, 3 B+. അയ്യോ, നീ എന്റെ മാനം കാത്ത്.